നമസ്കാരം. അവിലും മലരും വാങ്ങിവെച്ചുകൊള്ളാനും കുന്തിരിക്കം വാങ്ങിവെച്ചുകൊള്ളാനും ഒക്കെ കൊച്ചുകുട്ടികളെ കൊണ്ടുപോലും വലിയ വായിൽ മുദ്രാവാക്യം വിളിപ്പിച്ച പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ ആടാപാടലം പൂട്ടിയത് ആ സംഘടനയുടെ നേതൃത്വത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. കേരളത്തിലെ പല ഭാഗങ്ങളിലടക്കം NIA ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഒളിച്ചു താമസിച്ചാണ് 2 വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂട്ടത്തോടെ പൊക്കിയത്. അവർ ഇന്നും പുറം ലോകം കണ്ടിട്ടില്ല. മോദി, അമിത്ഷാ, അജിത് ഡോവൽ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ വിജയമായി ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള ഭരണപക്ഷത്ത് നിൽക്കാത്ത മാധ്യമങ്ങൾ പോലും എഴുതിയ നേട്ടം. എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്വഭാവം പഠിച്ചവർക്ക് നന്നായി അറിയാമായിരുന്നു ഇതുകൊണ്ട് മാത്രം ഇത്തരം സംഘങ്ങളെ തളയ്ക്കാൻ കഴിയില്ല എന്ന്. അവരുടെ സാമ്പത്തിക നാഡി അറുത്തു കളഞ്ഞാൽ മാത്രമേ തീവ്രവാദത്തിന്റെ വേറിറക്കാൻ കഴിയൂ എന്ന് വ്യക്തമായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ SDPI ഇവിടെ തന്നെയുണ്ട്. സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ലേബലിൽ അവർ പോറ്റുന്ന ചെറുതും വലുതുമായ മനുഷ്യാവകാശ സംഘടനകൾ വേറെയുമുണ്ട്. അടുത്ത 25 വർഷത്തേക്കുള്ള അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് 5 വർഷത്തേക്ക് തങ്ങളുടെ അജണ്ട എന്താണെന്നും എങ്ങനെ അധികാരം പിടിക്കാമെന്നും ചിന്തിക്കുന്നവരാണ് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ SDPI എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്നത് അവർ ദീർഘകാല അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നാണ്. SDPI കൂടുതലും ചാരിറ്റി പ്രവർത്തനമാണ് നടത്തുന്നത്. അതായത് ആ ചാരിറ്റി പ്രവർത്തനവും ഒരു തീവ്രവാദത്തിലേക്കുള്ള ഒരു വഴിയാണ്. മുസ്ലിമുകൾ നടത്തുന്ന കടകൾ, അതായത് കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ ഉൾപ്പെടെ അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. 1-2 ബോക്സുകളിൽ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ലേബലിലായി അവർ അവിടെ ഒട്ടിച്ച് മാറ്റിവെക്കും. അങ്ങനെ അതിൽ കിട്ടുന്ന പണങ്ങളാണ് അവർ തീവ്രവാദ ഫണ്ടിങ്ങിനായി കൂടുതൽ ഉപയോഗിക്കുന്നത്. കൂടാതെ മുസ്ലിമുകളുടെ നിയന്ത്രണത്തിലുള്ള പല സ്കൂളുകളും കോളേജുകളും ട്യൂഷൻ സെൻ്ററുകളും അടക്കം വലിയ രീതിയിൽ കുട്ടികൾ ഫീസായിട്ട് അടയ്ക്കുന്ന പണമാണിവർ തീവ്രവാദ ഫണ്ടിങ്ങിനും രാജ്യദ്രോഹ പ്രവർത്തനത്തിനുമായി ഇവർ വകമാറ്റുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരിയിലെ സത്യ തരണി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കൂടാതെ നടത്തുന്ന റെൻ്റ് കാർ അടക്കം വലിയ രീതിയിൽ ഓരോ ബിസിനസ് നടത്തി അവിടെ ഹവാല പണവും തീവ്രവാദവും ഉൾപ്പെടെ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം അടക്കമുള്ള ഒരു വിൽപ്പന അവർ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം അടക്കം ഇവർ വലിയ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ വീട് വാടക എടുത്തു കൊടുക്കുന്നവരും വീട് വിൽപ്പന നടത്തുന്നവരുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതലും മുസ്ലിമുകളായിരിക്കും. ഇവർക്ക് കിട്ടുന്ന വീട് വാടക കിട്ടുമ്പോൾ ബ്രോക്കർ ഫീസായിട്ട് കിട്ടുന്നതും വിൽപ്പന നടത്തുമ്പോൾ കിട്ടുന്ന ബ്രോക്കർ ഫീസുമെല്ലാം ഇവർ ഇതിലേക്കാണ് തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ പോയിന്റിലും ഇവർ വിൽപ്പന നടത്തുകയും, അതായത് രാത്രികളടക്കം സംശയാസ്പദമായ രീതിയിൽ ഇവർ വിൽപ്പന നടത്തുകയും അർദ്ധരാത്രി അടക്കമാണ് ഇവർ ആക്റ്റീവായി നിൽക്കുന്നത്. അതായത് അത്തർ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇവർ കൂടുതലായി ഒരു വിൽപ്പന നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയും ഇവർ ഇതൊരു ചെയിൻ മാതൃകയാണ്. അതായത് തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എറണാകുളം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇവർ അത്തർ വിൽപ്പന നടത്തും. റോഡിൻ്റെ വഴിവെക്കിലൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇവർ, ഒരു സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഒരു ദിവസം ഇവർ റോഡിൽ അത്തർ വിൽപ്പനയുമായിട്ടൊരു മേശയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് വിൽപ്പന നടത്തുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷനിലായിരിക്കും ഇവരുടെ അത്തർ വിൽപ്പന. അതായത് ചെയിൻ ടു ചെയിൻ ആയിട്ടാണ് ഇവർ വിൽപ്പന നടത്തി രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഇവർ ചേരുന്നത്. കൂടാതെ ജനങ്ങൾ എത്താൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിലേക്കാണ് ഇവർ തട്ടുകടകൾ, ഫ്രൂട്ട്സ് കടകൾ ഉൾപ്പെടെയുള്ള ബിസിനസ്സുകൾ നടത്തുന്നത്. അതുവഴി കള്ളപ്പണം കൈമാറാനും സ്വർണം കൈമാറാനും ഹവാല ഇടപാടുകൾ നടത്താനും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താനുമാണ് ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് 2 വർഷത്തിന് മുമ്പേ IB, അതായത് കേന്ദ്ര ഏജൻസിയായ ഇൻ്റലിജൻസ് ബ്യൂറോ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതായത് രാത്രികളിൽ ഈ തിരുവനന്തപുരം ഏരിയ നോക്കിക്കഴിഞ്ഞാൽ മണക്കാട് മുതൽ വിഴിഞ്ഞം വരെ ഈ രാത്രികളിൽ ഒരു 11 മണി, 12 മണി, 1 മണിയോളമൊക്കെ തട്ടുകടകൾ പ്രവർത്തിക്കുന്നു. അതൊക്കെ ഹൈവേ പോലുള്ള ഭാഗങ്ങളിലും ഈ ആളുകൾ, അതായത് യാത്രക്കാർ കൂടുതൽ എത്താൻ സാധ്യതയില്ലാത്ത ഇടങ്ങൾ, യാത്രക്കാർ കൂടുതൽ വണ്ടികൾ നിർത്താൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെയാണ് ഇവർ തട്ടുകടകളൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് IB കണ്ടെത്തിയത്. ചിട്ടയും ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനത്തിലൂടെ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അധികാരം പിടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് SDPI നേതാക്കൾ മറച്ചുവെക്കുന്നില്ല. അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളോട് അവർ പറയുന്നത് 1982 വെറും 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP
80കളുടെ അവസാനം ഞങ്ങൾ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമായിരുന്നു എന്ന് മറുചോദ്യം അവർ ചോദിക്കും. അഭിമന്യു വധക്കേസ് തൊട്ട് ആലപ്പുഴയിലെ ശ്രീനിവാസൻ വധക്കേസ് അടക്കമുള്ള നിരവധി കൊലക്കേസുകളിൽ SDPയുടെ പേര് ഉയർന്നു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലെ സുഡാപ്പി എന്ന വാക്ക് വെറും ഒരു തമാശയല്ല എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞ നിമിഷം വരും ദിവസങ്ങളിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും വിവിധ പാർട്ടികളിൽ നുഴഞ്ഞു കയറി തങ്ങളുടെ ദീർഘകാല അജണ്ട നടപ്പാക്കാൻ SDPI എന്നത് പ്രൊഫസർ ഹമീദ് ചേതമംഗലത്തിനെ പോലുള്ള നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാന പോലീസിൽ പോലും ഇവരെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് IBക്കും NIക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തിരുവനന്തപുരം, ഡൽഹി, കർണാടക, ബംഗളൂർ ഉൾപ്പെടെ ചെന്നൈ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു വലിയ രീതിയിൽ EDയുടെ ഒരു മിന്നൽ റെയ്ഡ് നടന്നപ്പോൾ കേരള പോലീസിന് പോലും ഒരു ഇൻഫർമേഷൻ കൊടുക്കാതെ അതീവ രഹസ്യമായി കേന്ദ്ര ഏജൻസികൾ ഇന്ന് റെയ്ഡ് നടത്തിയത്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ പണി ഫലത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറിയ SDPI എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേന്ദ്രത്തിന്റെ അടുത്ത പണി വരുന്നത്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി എന്ന മുഹമ്മദ് കുട്ടി ഫൈസിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദത്തിന്റെ പഴുതടയ്ക്കാനുള്ള മറ്റൊരു നീക്കമാണ് കേന്ദ്രം നടത്തിയത്. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയതുപോലെ SDPI എന്ന തീവ്രവാദ സംഘടനയെ പൂട്ടാൻ ഇനി വെറും ആഴ്ചകൾ മാത്രം. പൂട്ടിയിരിക്കും അടപടലം. ന്യൂസ് ഡെസ്ക് തത്തമേ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.